ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മറു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാക്കവേ, ഒരു നേർത്ത തിന്നലലിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു, നെറുകിൽ തലോടി മാഞ്ഞു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. താങ്ക് യു, താങ്ക് യു. ജയചന്ദ്രൻ സർ, ജയചന്ദ്രൻ്റെ പാട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ റൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താങ്ക് യു സർ. അതിൽ വളരെയധികം ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും തോന്നി പാട്ടിൽ. കാരണം അതൊന്നും വലിയൊരു തെറ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും ജയചന്ദ്രൻ അറിഞ്ഞിരിക്കണം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എത്രമാത്രം ഒരു പാട്ടിൻ്റെ ഫീൽ മാറ്റാൻ പറ്റും. വെരി ഫസ്റ്റ് ലൈൻ ഒന്ന് പാടുമോ പ്ലീസ്? സുമേഷ് പ്രേം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴ. പിന്നെയും ആ മൂളിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ പാട്ടിൻ്റെ ലൈഫ് തിരിച്ചു കൊണ്ടുവരും. ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് ആ വിബ്രാറ്റോ എന്ന് ചെയ്യാൻ പറ്റുന്നൊരു മാജിക്കും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഞാൻ ഉദ്ദേശിച്ചത് ഒരു സെൻറ്റൻസിന് ഒരു ട്യൂണിന് ലൈഫും തരാം. അറ്റ് ദ സെയിം ടൈം അതിന് ആ ട്യൂണിനെ കൊല്ലാനും പറ്റും. വിബ്രാറ്റോ വളരെയധികം ശ്രദ്ധിക്കണം. പാട്ടിൽ പലയിടത്തുമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ജയചന്ദ്രൻ പാടുമ്പോൾ ഐ ടു ഐ കോണ്ടാക്റ്റ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യണം വ്യൂവേഴ്സായിട്ട്. അതായത് നമ്മൾ ജയചന്ദ്രൻ്റെ ടെൻഷൻ കൊണ്ടാവാം ജയചന്ദ്രൻ കൂടുതലും ജയചന്ദ്രൻ്റെ ഹൈറ്റ് ലെവലിലാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇരിക്കുന്ന ഓഡിയൻസിന് ഐ ടു ഐ കോണ്ടാക്ട് ഇസ് എ മസ്റ്റ്. അപ്പോൾ ലിറിക്സുമായിട്ടുള്ള ആ ഒരു ടച്ച് പോകുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ ഓക്കെ പാട്ടിൻ്റെ മുകളിൽ കൂടുതൽ പാട്ടിൻ്റെ മുകളിൽ കോൺഫിഡൻസും കൺട്രോളും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ ലിറിക്സ് നമ്മൾ എങ്ങനെ വന്നാലും ആ ലിറിക്സ് തെറ്റില്ല എന്നുള്ള രീതിയിൽ. ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ ഇമ്പ്രൂവ് ചെയ്യും. എന്ത് തോന്നുന്നു ബാലു? തീർച്ചയായിട്ടും ഐ കോൺടാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ബാൽക്കണിയിൽ ഇരുത്തേണ്ടി വരും. നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ ഒരു നിവൃത്തിയും കാണുന്നില്ല. പക്ഷേ ബാക്കി ജയചന്ദ്രൻ്റെ പെർഫോമൻസിൽ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. എനിക്ക് കുറവുകളെ കുറിച്ച് പറയുന്നതിനേക്കാളും എടുത്തു പറയാൻ തോന്നിയത് ജയചന്ദ്രൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ്. ടോട്ടലി ആൾ
ഒരുപാട് മാറിക്കൊണ്ടിരിക്കുവാണ് നന്നായിട്ട്, നല്ല രീതിയിൽ. കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ നൈസ് സോങ് സെലക്ഷൻ. ഒരുപാട് പ്രോബ്ലംസ് ഇല്ലെന്നല്ല, പ്രോബ്ലംസ് ഉണ്ട്. പിച്ചിങ് പ്രോബ്ലവും പിന്നെ ചില സംഗതികളൊക്കെ പെർഫെക്ഷൻ ആയിട്ടില്ല, സ്ലിപ്പ് ചെയ്ത് പോകുന്നൊരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജയചന്ദ്രൻ്റെ പാട്ട് ഞാൻ കേട്ടിരുന്നു. പക്ഷെ വളരെ വിഷമം തോന്നിയായിരുന്നു, അയ്യോ ഈ കുട്ടി അങ്ങ് എലിമിനേറ്റ് ആയി പോവുമോ എന്നുള്ളത്. പക്ഷേ ഇത്തവണ എനിക്കത് തോന്നിയിട്ടില്ല. നന്നായിരിക്കുന്നു പാട്ട്, നന്നായിരിക്കുന്നു. സ്മൈലിംഗ് കൊണ്ട് ഉള്ള തെറ്റുകൾ മുഴുവനും മറച്ചു. നല്ല സ്മൈലിംഗ് ആണ്. താങ്ക് യു. പക്ഷേ ഈ സ്മൈലിൻ്റെയും പകുതിയെ പാട്ട് പാടുമ്പോൾ വരുന്നുള്ളൂ. പക്ഷെ പാട്ട് പാടുമ്പോൾ ഐ തിങ്ക് ലൈൻസ് ക്ലിയർ അല്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് കുറച്ചുകൂടെ വേണം. ഇതേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അടുത്ത പ്രാവശ്യം പ്രാക്ടീസിൻ്റെ സമയത്ത് ജയചന്ദ്രൻ നിർബന്ധമായും എൻ്റെ സമയം മേടിച്ചെടുക്കണം. ഓക്കെ, കൂടുതൽ സമയം എൻ്റെ കൂടെ ഇരുന്ന് അത് എല്ലാം പാടുന്നത് ഓരോ ഈച്ച് ലൈൻ ആയിട്ട് എടുത്ത് ഞാൻ കേട്ട് കറക്റ്റ് ചെയ്യണം എന്താണെങ്കിലും നിർബന്ധമായിട്ടും. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചോദിച്ച് മേടിക്കണം. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് അത് പാടി കേൾപ്പിച്ച് അത് കറക്റ്റ് ചെയ്യണം ഓരോ ഭാഗവും കേട്ടോ.